മലയാളികൾ ഉടമകളായിട്ടുള്ള എയർവേസ് കമ്പനി എയർ കേരള സംസ്ഥാനത്ത് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജൂൺ മാസം ആദ്യത്തോടെ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചു. കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ അനുഭവം നൽകുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് എയർ കേരള സിഇഒ പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം മലയാളികളുടെ സ്വന്തം സംരംഭമായ എയർ കേരള അത് പ്രാവർത്തികമാകാൻ പോവുകയാണ്. എന്തായാലും എയർ കേരളയുടെ സിഇഒ ആയിട്ടുള്ള ഹരീഷ് മൊയ്തീൻ കുട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാറ്, മലയാളി സാധാരണ ഒരു 10-20 വർഷങ്ങൾ പുറകോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിമാനയാത്ര പോലും നമ്മൾക്ക് സ്വപ്നം മാത്രമായിരുന്നു. ഇന്ന് നമ്മൾക്ക് സ്വന്തമായി വിമാന കമ്പനി വരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വന്നത്? പ്രയാസങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. എയർ കേരള എന്ന് പറയുന്ന ഒരു ഡ്രീം 2012 മുതൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സിയാലിന്റെ സംരംഭത്തിൽ ഒരു എയർ കേരള എന്ന് വരാണ്ടായിരുന്നു. അത് പിന്നീട് മുന്നോട്ട് പോയില്ല. അപ്പോൾ അന്ന് മുതലുള്ള ആ ഒരു വികാരം, മലയാളികളുടെ ആ വികാരം നമ്മൾ സെൻസ് ചെയ്തിരുന്നു. ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ട്രെയിനിലും ബസ്സിലും പോകുന്ന യാത്രക്കാരെ എയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് സർവീസിനാണോ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്? ഇനീഷ്യലി നമുക്ക് 20 എയർക്രാഫ്റ്റ് ഉണ്ടാവുന്നത് വരെ നമുക്ക് ഡൊമസ്റ്റിക് സർവീസ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ 20 എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടൻ ഇന്റർനാഷണലിന് അപ്ലൈ ചെയ്യും. ഇന്റർനാഷണൽ എങ്ങനെയായിരിക്കും? എത്ര വർഷത്തിനുള്ളിൽ നമുക്ക് ഇന്റർനാഷണലിലേക്ക് കടക്കാൻ കഴിയും? കാരണം കേരളത്തിന്റെ പേര് ലോകരാജ്യങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അതെ, ഞങ്ങളുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ച് 30 മാസം കൊണ്ട് ഇന്റർനാഷണലിലേക്ക് പോകണം. പക്ഷേ 2.5 വർഷം കൊണ്ട് ഇന്റർനാഷണലിലേക്ക് മൂവ് ചെയ്യണമെന്നാണ് ബിസിനസ് പ്ലാൻ. കോസ്റ്റ് എങ്ങനെയായിരിക്കും? സാധാരണ വിമാന കമ്പനികളുടെ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ഇളവൊക്കെ ഉണ്ടാവും? എങ്ങനെയായിരിക്കും അതിന്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ ബിസിനസ് മോഡൽ അൾട്രാ ലോ കോസ്റ്റ് ആണ്. വി മാനേജ് അവർ കോസ്റ്റ് വെരി വെൽ ആസ് ഓഫ് നൗ ആൻഡ് വിൽ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ഇങ്ങനെ ഒരു സീ പേജോ അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ കട്ട് ചെയ്യും. നമ്മൾ what we promise the passenger is the basic safe travel from point A to B at the lowest cost. ലോവസ്റ്റ് കോസ്റ്റ് ആകുന്നിടത്ത് സ്വാഭാവികമായിട്ടും സർവീസിൽ എങ്ങനെയായിരിക്കും? സർവീസിനെല്ലാം ബാധിക്കുമോ? സർവീസിനെ ബാധിക്കില്ല. സർവീസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എലമെന്റ് ആണല്ലോ. നമ്മൾ ഹൗ വി മേക്ക് ദ പാസഞ്ചർ കംഫർട്ടബിൾ എന്നുള്ളതാണല്ലോ സർവീസ്. അത് ഹ്യൂമൻ എലമെന്റാണ്. ഹ്യൂമൻ എലമെന്റിൽ അതിന് പ്രശ്നമില്ല. കാരണം ഈ ഒരുപാട് എന്താ പറയുക ആവശ്യമില്ലാത്ത ചെലവുകളുണ്ടല്ലോ, അതാണ് നമ്മൾ കട്ട് ചെയ്യുക. ഹ്യൂമൻ എലമെന്റ് എപ്പോഴും നമ്മളുടെ പോസിറ്റീവ് ആയിരിക്കും. അത് തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ജൂൺ മാസത്തോടുകൂടി ആദ്യ സർവീസ് ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ജീവനക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദ്യ സർവീസ് നടത്താൻ തന്നെയാണ് തീരുമാനം. ആദ്യം 5 വിമാനങ്ങളായിരിക്കും സർവീസ് നടത്തുക. പിന്നീട് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും.